ഫിൻചൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ കരതൊടും. കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കും. കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. അതീവ ജാഗ്രതയിലാണ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര അടക്കമുള്ള സ്ഥലങ്ങൾ. റെഡ് അലർട്ട് നൽകിയിട്ടുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി നൽകി. IT മേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് അറ്റ് ഹോമും അനുവദിച്ചു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. രഞ്ജിത്ത്, അതീവ ജാഗ്രതയിലാണല്ലോ തമിഴ്നാട്. ഏത് രീതിയിലാണ് മുന്നൊരുക്കങ്ങൾ? തീർച്ചയായും അശ്വതി, ഇപ്പോൾ നിലവിൽ ചെന്നൈക്ക് 190 കിലോമീറ്റർ അകലെയാണ് ഈ ചുഴലിക്കാറ്റ് ഉള്ളത്. സ്വാഭാവികമായും അതിന്റെ ഒരു ഏതാണ്ട് 90 കിലോമീറ്റർ വേഗതയിൽ ഈ കാറ്റ് ആഞ്ഞടിക്കും. അതായത് കാരയ്ക്കലിനും ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവിക്കുക. കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിലാകും ഈ കാറ്റ് കരതൊടുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് ഒപ്പം തെക്കൻ ആന്ധ്ര ഈ മേഖലകളിലാണ് ഇതിന്റെ ഒരു ആഘാതം ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ദൃശ്യങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ കാണാം. അത് വല്ലാത്ത ഒരു തോതിലുള്ള ഒരു ആശങ്ക ഈ മേഖല ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തമിഴ്നാടിനും ഈ തെക്കൻ ആന്ധ്ര മേഖലയിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ചെന്നൈ അടക്കം 8 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. IT ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനം. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള പല വിമാനങ്ങളും ഏതാണ്ട് 8ഓളം വിമാനങ്ങൾ വൈകുന്നു. ചില വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനമുള്ളത്. ഇന്ന് ചെന്നൈ മെട്രോ കാര്യമായ പ്രശ്നങ്ങളില്ല. പക്ഷേ മെട്രോയുമായി ബന്ധപ്പെട്ട് ചില ക്രമീകരണങ്ങൾ അല്പസമയത്തിനകം ഒരുക്കും എന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇന്ന് രാഷ്ട്രപതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ അത് റദ്ദാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ജാഗ്രതയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള ഏതാണ്ട് 13ഓളം വിമാനങ്ങൾ റദ്ദാക്കി എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 6 ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ബീച്ചുകളിലും അമ്യൂസ്മെന്റ് പാർക്കുകളിലും മറ്റും നിയന്ത്രണം ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അനാവശ്യമായി ആരും പുറത്തിറങ്ങരുതെന്നും ഇന്നും നാളെയും, അതായത് വാരാന്ത്യമാണ്, ഒരുപാട് വിനോദ പരിപാടികളൊക്കെ ക്രമീകരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ പരിപാടികളൊന്നും സംഘടിപ്പിക്കരുത് എന്ന കർശനമായ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പോയ 400ഓളം ബോട്ടുകൾ കരയിലേക്ക് മടങ്ങിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. 2229 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. അങ്ങനെ മോശം കാലാവസ്ഥ ഉച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ 90 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഒരു ആഘാതം ഏത് തരത്തിലായിരിക്കും എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ജാഗ്രത നിർദ്ദേശം. ഒരുപക്ഷെ തമിഴ്നാട് ഇതിനു മുൻപ് നടത്തിയ ജാഗ്രതകൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രങ്ങളിലൊക്കെ ഒരു പടി കൂടി മുന്നോട്ടാണ് ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ആഘാതവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതയ്ക്കൊപ്പം കൂടുതൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കൂടി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ കര തൊടുമെന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിൽ തൽക്കാലം അത്തരം നിർദ്ദേശങ്ങളൊന്നുമില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് കടലിൽ പോകുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ഈ പറഞ്ഞതുപോലെ അതിന്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആഘാതം കടലിൽ ഉണ്ടാകാനുള്ള, തിരമാലകളിലടക്കം ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാറ്റ് ഒരുപക്ഷെ ദിശ മാറിയൊക്കെ വരികയാണെങ്കിലുള്ള ജാഗ്രതയാണ്. അല്ലാതെ മറ്റു തരത്തിലുള്ള പ്രത്യേകതകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, വിമാനങ്ങൾ റദ്ദാക്കുന്നതിനെ തുടർന്നുണ്ടായ, കേരളത്തിലേക്ക് മറ്റുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതീവ ജാഗ്രതയിലാണ് അശ്വതി തമിഴ്നാടും ആന്ധ്രയും മറ്റും. അവർ കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നാശനഷ്ടങ്ങൾക്കപ്പുറം മറ്റ് കാര്യമായ സംഭവവികാസങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജില്ലാ ഭരണകൂടങ്ങൾ അതീവ ജാഗ്രതയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഈ മേഖലയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പും ഇതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടാകുമെന്നും കാറ്റിന്റെ ദിശാമാറ്റവുമായി ബന്ധപ്പെട്ട വ്യക്തമായ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിവരികയാണ്. അശ്വതി. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്.